എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലയളവ് തീരാനിരിക്കെ സെമിനാറുകൾ സംഘടിപ്പിക്കാൻ വിവിധ വകുപ്പുകളുടെ ഭാവി പ്രവർത്തനം ചർച്ച ചെയ്യാനാണ് 33 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 2-ാം വാരം കൊച്ചിയിൽ ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാർ നടക്കും. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, ഈ സെമിനാറുകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, വിഷൻ 2031 സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. സർക്കാരിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ, വിവിധ വകുപ്പുകൾ ഭാവിയിൽ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ ആണ് അതിൻ്റെ അടിസ്ഥാനം. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിവിധ വകുപ്പുകളിലെ സെമിനാറുകൾ സർക്കാർ വിളിച്ചു ചേർത്തിട്ടുള്ളത്. 33 സെമിനാറുകൾ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നടക്കും. ഒക്ടോബർ ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അത് നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിൽ എല്ലാ വകുപ്പുകളുടെയും സെമിനാറുകൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ന്യൂനപക്ഷ വകുപ്പ് ഒക്ടോബർ 2-ാം വാരം സെമിനാറുകൾ നടത്തും. കായിക വകുപ്പും ആ തരത്തിലുള്ള സെമിനാറുകൾ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൊച്ചിയിലാണ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ സെമിനാർ നടക്കുക. കോഴിക്കോട് കായിക വകുപ്പിൻ്റെ സെമിനാർ നടക്കും. ന്യൂനപക്ഷ സംഗമം എന്ന പേരിൽ അയ്യപ്പ സംഗമത്തിന് ബദലായി ഒരു സംഗമം കൂടി സർക്കാർ സംഘടിപ്പിക്കുന്നു എന്ന തരത്തിലാണ് പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ സർക്കാർ പറയുന്നത് ഇത് നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. എല്ലാ വകുപ്പുകളുടെയും സെമിനാറുകൾ ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ന്യൂനപക്ഷ വകുപ്പിൻ്റെയും നടത്തുന്നത്. വി അബ്ദുറഹ്മാനാണ് ന്യൂനപക്ഷ വകുപ്പും കായിക വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ആ വകുപ്പിൽ തന്നെ 2 സെമിനാറുകൾ നടത്തുന്നുണ്ട്. അതിലൊരു സെമിനാറായിട്ടാണ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ സെമിനാറിനെ കാണുന്നത്. സ്വാഭാവികമായും ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിലെ ആളുകളെയായിരിക്കും പ്രധാനമായും, അല്ലെങ്കിൽ അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയായിരിക്കും പ്രധാനമായും വിളിക്കുക എന്നാണ് വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ആ തരത്തിൽ വിപുലമായിട്ടുള്ള സെമിനാർ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാനത്തൊട്ടാകെ സർക്കാർ തലത്തിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ വകുപ്പുകളും അതിൽ പങ്കാളികളാകും. അങ്ങനെ 33 സെമിനാറുകൾ ഇത് സംബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. ലക്ഷ്മി.